മിനിഞ്ഞാന്ന് ഞങ്ങൾ വീണ്ടും ഷേഖ് സായിദ് ഫെസ്റ്റിവലിൽ പോയായിരുന്നു. ഫുഡടി ആയിരുന്നു മെയിൻ ഉദ്ദേശമെങ്കിലും ഇറാൻ പവലിയനിൽ ചെന്നപ്പോൾ ഒരു അപായക്കടയിൽ കണ്ണും നുടക്കി. റേറ്റ്സും നല്ല അഫോർഡബിൾ ആയിരുന്നു. ഒരെണ്ണം എൻ്റെ ഉമ്മയ്ക്കും ഒരെണ്ണം ഓൻ്റെ ഉമ്മയ്ക്കും വാങ്ങി. ഇന്ന് വീട്ടിൽ വിളിച്ച് ഈ വിശേഷമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മമ്മി ഇപ്പോൾ വലിയ ഫാഷൻകാരിയാ, ചുരിദാറൊക്കെ ഇടാറ്, പർദ്ദ ഇടുമെന്നൊരു സംശയം. അപ്പോൾ വാപ്പി അറിയാം, പർദ്ദയൊക്കെ ഇനി മോളിട്ടാൽ മതി, മോളുടെ ചുരിദാറും ഫാഷൻ ഡ്രസ്സും ഒക്കെ ഉമ്മയ്ക്കങ്ങ് കൊടുത്തേക്കാൻ. കഴിഞ്ഞ വർഷം അവരിവിടെ വന്നപ്പോഴാണ് ഉമ്മി ആദ്യമായിട്ട് ചുരിദാർ ഇട്ടത്. അന്ന് ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് ഉമ്മി ഒരെണ്ണം വാങ്ങിയത് തന്നെ. ആൾക്കാരെന്ത് പറയും മോളെ, ഈ തള്ളക്ക് വയസ്സാങ്കാലത്ത് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. അതായിരുന്നു ഉമ്മിയുടെ മെയിൻ പേടി. ഇവിടെ ആൾക്കാർക്കൊക്കെ വേറെ പണിയുണ്ട്, അവർ ഉമ്മി എന്താ ഇടണേന്ന് നോക്കി നടക്കല്ല എന്നും പറഞ്ഞൊക്കെ നിർബന്ധിച്ചിട്ടാണ് ആളൊന്ന് സമ്മതിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നാട്ടിൽ പോയാൽ ചുരിദാറൊന്നും ഇടില്ലായിരിക്കുമെന്ന്. അങ്ങനെ ചുരിദാറിട്ട് കണ്ടുമില്ല. കുറച്ച് നാൾ മുന്നേ ചിക്കു മെസ്സേജ് അയച്ചേക്കാ, ഇതിൽ ഏത് ചുരിദാറാ ഉമ്മിക്ക് ചേരണേ, ആ റിലേറ്റീവിന്റെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാനാന്ന്. ഞാൻ ചോദിച്ചു, അതിന് ഉമ്മി ചുരിദാറൊക്കെ ഇടുവോ, ഉമ്മിനെ ആൾക്കാർ കളിയാക്കുമെന്നോർത്ത് പേടിയല്ലേന്ന്. അപ്പോൾ ചിക്കു പറയാ, ഉമ്മി തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ചുരിദാർ മതിയെന്ന്. ചുരിദാറൊക്കെ ഇട്ട് മൊഞ്ചത്തെയായിട്ട് തന്നെ അന്ന് കല്യാണത്തിന് പോയതും. കഴിഞ്ഞ ആഴ്ച 2 പുതിയ ചുരിദാർ വാങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ അയച്ചു തന്നേ ഉള്ളൂ. മക്കളൊക്കെ വലുതായി ഓരോരോ സ്ഥലത്തായി തിരക്കൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടാണെങ്കിലും സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഉമ്മി നോക്കാൻ തുടങ്ങിയല്ലോ. അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്സും എടുക്കാൻ തുടങ്ങി. ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. ചുരിദാർ ഇട്ടോണ്ടല്ല, ആരൊക്കെ കളിയാക്കിയിട്ടും പിന്നെയും ചുരിദാർ ഇട്ടോണ്ട്.